ഉന്നതനേ ഉയർന്നവനേ സർവാംഗ സുന്ദരനേ സൂര്യപ്രഭയേക്കാൾ തേജസ്സേറിയോ എന്നേശു മാത്രമല്ലോ ആരാധന അങ്ങേക്ക് എന്നേശു മാത്രമല്ലോ ആരാധന അങ്ങേക്ക് ദൂതന്മാർ വാഴ്ത്തിയിടും വിശുദ്ധന്മാർ വണങ്ങിയിടും മഹത്വത്തിൻ പ്രഭുവായവനേ ദൂതന്മാർ വാഴ്ത്തിയിടും വിശുദ്ധന്മാർ വണങ്ങിയിടും മഹത്വത്തിൻ പ്രഭുവായവനേ എന്നേശു മാത്രമല്ലോ ആരാധന അങ്ങേക്ക് എന്നേശു മാത്രമല്ലോ ആരാധന അങ്ങേക്ക് ഉന്നതനേ ഉയർന്നവനേ സർവാംഗ സുന്ദരനേ ഉന്നതനേ
മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. അവിശ്വസിക്കുന്നുവോ സാധ്യമാക്കുന്നവൻ കൂടെയുണ്ട് എന്നൊരു വിഷയമാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. എല്ലാ ആവശ്യങ്ങളും, എല്ലാ കാര്യങ്ങളും, എല്ലാ വാഗ്ദത്തങ്ങളും സാധ്യമാക്കുന്നവൻ കൂടെയുണ്ട്. അതുകൊണ്ട് അവിശ്വസിക്കേണ്ടിയ കാര്യമില്ല. കൂടപ്പിറപ്പുകളെ, മനുഷ്യന്റെ വിശ്വാസവും സംശയവും മറുതലിപ്പും അലസതയും ദൈവത്തെ വേദനിപ്പിക്കുന്നതാണ്. ദൈവം സർവശക്തനും അത്ഭുതവാനും അതിശയവാനും അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനുമാണ്. അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. എന്നാൽ ദൈവിക ഇടപെടൽ ഉണ്ടാകുമ്പോഴും മനുഷ്യൻ അവിശ്വാസമുള്ളവനാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവം ആവശ്യപ്പെടുന്നത് നിന്റെ അവിശ്വാസം പുറത്താക്കുക, എന്നിൽ വിശ്വാസം അർപ്പിച്ച് ആശ്രയം പൂർണ്ണമാക്കുക എന്നുള്ളൊരു കാര്യമാണ്. പ്രിയരെ, ഒരു വാക്കിൽ സർവ്വതും സൃഷ്ടിച്ചവൻ, ഒരു വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കിയവൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലതും ഉണ്ടാക്കിയവന്, തൻ്റെ മനുഷ്യന് വേണ്ടി, തന്നിൽ ആശ്രയിക്കുന്നവന് വേണ്ടി തന്നെ, തൻ്റെ വാക്ക് വിശ്വസിക്കുന്നവന് വേണ്ടി തന്നെ പ്രവർത്തിക്കുവാൻ, അവരുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരുവാൻ തൻ്റെ വാക്കിൻ്റെ മുഴുവൻ ശക്തിയും വേണ്ടല്ലോ. ദൈവമനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പരിഭ്രാന്തനാകുന്നത് പോലെ ഉന്നതനും പരിശുദ്ധനും മഹത്വത്തിൽ വസിക്കുന്നവനായ ദൈവം ഒരിക്കലും ഒന്നിലും പരിഭ്രാന്തനാകുന്നില്ല എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. തൻ്റെ മുൻപിൽ അസാധ്യം എന്ന വാക്കിന് നിലനിൽക്കുവാനാകില്ല. പ്രിയ ദൈവം തൻ്റെ മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്നോ? അവൻ്റെ മുൻപിൽ സകലതും പ്രതികൂലവും പ്രശ്നങ്ങളും ആകുമ്പോൾ, സകല വഴിയും അടഞ്ഞിരിക്കുമ്പോൾ, സകല വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ, ആരും ആശ്വാസം പകരാനില്ലാതിരിക്കുമ്പോൾ, ഏവരും കൈവിടുമ്പോൾ, ഒരു മറുപടിയും ലഭിക്കാതിരിക്കുമ്പോൾ, എൻ്റെ ദൈവത്താൽ എല്ലാം സാധ്യമാണെന്ന് അവൻ വിശ്വസിക്കണമെന്നും അവനത് പ്രാപിച്ച് അനുഭവിച്ചറിയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ഇത് നാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിലില്ലെന്നും, ദൈവത്താൽ തുറക്കാനാകാത്ത ഒരു അടഞ്ഞ വാതിലും എൻ്റെ മുൻപിലില്ലെന്നും, ദൈവത്താൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും എൻ്റെ ജീവിതത്തിലില്ലെന്നും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി വിശ്വസിച്ച് ഏറ്റുപറയണം. ദൈവത്താൽ സാധ്യമെന്ന് വിശ്വസിക്കുമ്പോൾ, ഏറ്റുപറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുമ്പോൾ നാം ഒരു വാതിൽ തുറന്നിടുകയാണ്. അസാധ്യമായ കാര്യങ്ങളിലും നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം ജ്വലിക്കണമെന്നത് നമ്മുടെ ഉടയവനായി ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടി നാം കടന്നു പോകാൻ തമ്പുരാൻ അനുവദിക്കുന്നത്. ഭക്തനായ ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും ദുരിതങ്ങളെയും പരിഹാസങ്ങളെയും പ്രിയരെ നാം വായിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. എത്ര തീവ്രമായ വേദനയുടെ ദുരിത നാളുകൾ താൻ അനുഭവിക്കേണ്ടി വന്നു. എല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു. സ്വന്തമെന്ന് പറയാൻ പുഴുവരിക്കുന്ന, നാറ്റം വമിക്കുന്ന ഒരു ശരീരവും തൻ്റെ ഉള്ളിലുള്ള ദൈവഭക്തിയും മാത്രം. വഞ്ചകനായ സാത്താൻ സകലതും കവർന്നു. ജീവനെ മാത്രം എടുക്കുവാൻ അവൻ അധികാരമില്ലാതിരുന്നതുകൊണ്ട്, അനുവാദമില്ലാതിരുന്നതുകൊണ്ട് ഇയ്യോബിൻ്റെ ജീവനെ മാത്രം അവൻ തൊട്ടില്ല. ഭാര്യയും തള്ളിപ്പറഞ്ഞു, മക്കൾ മുഴുവനും മാറ്റപ്പെട്ടു, സമ്പത്ത് സർവ്വതും കവർന്നെടുക്കപ്പെട്ടു, ശരീരം വ്രണങ്ങളാൽ നിറഞ്ഞു. ഇഞ്ചിഞ്ചായി വേദന തിന്നു കഴിയുമ്പോഴും ദൈവഭക്തി മുറുകെ പിടിച്ചു, വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉയർത്തി. തൻ്റെ പരീക്ഷയുടെ, പരിശോധനയുടെ അവസാന സമയങ്ങളിലൊന്നിൽ ഭക്തൻ ദൈവത്തോട് പറഞ്ഞതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു എന്നുള്ള കാര്യമാണ് ഇയ്യോബ് വ്യക്തമാക്കി വെളിപ്പെടുത്തിയത്.
യോബ് 42 അധ്യായത്തിൽ 2 വാക്യം ആണത്. തൻ്റെ ഉറച്ച വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും വാക്കുകൾ ഉയർന്ന മാത്രയിൽ തന്നെ തൻ്റെ ജീവിതത്തിലെ കഷ്ടനഷ്ട ശോധനകളുടെ നാളുകൾക്ക് സ്വർഗം അതിരിട്ടു. തൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. തൻ്റെ ആരോഗ്യം മടങ്ങി വന്നു. മരിച്ച മക്കൾക്ക് പകരം മക്കളെ ലഭിച്ചു. നഷ്ടപ്പെട്ട സമ്പത്തൊക്കെ ഇരട്ടിയായി മടക്കി കിട്ടി. ദൈവഭക്തി നഷ്ടപ്പെടാതെ അവസാനം വരെ സൂക്ഷിച്ചവന് സാത്താൻ അപകരിച്ചത് മുഴുവൻ മടക്കി കിട്ടി. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് താൻ വീണ്ടും വീണ്ടും വിളിച്ചു പറയുവാൻ ഇടയായി. പ്രിയരെ, ദൈവത്തിൻ്റെ മഹാശക്തിയും ഭുജബലവും ഇന്നും ദൈവമക്കൾക്ക് വേണ്ടി അസാധ്യങ്ങളെ സാധ്യങ്ങളാക്കി തീർക്കുന്നുണ്ട്. യിരെമ്യാവിൻ്റെ പ്രവചനത്തിൽ അതിനെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത് ഒന്ന് നോക്കൂ. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. പ്രിയരെ, ദൈവം ഇന്നും താൻ തിരഞ്ഞെടുത്ത മക്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു, വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നു. ഇന്നും നമ്മോട് അവൻ ചോദിക്കുന്നത് നമ്മുടെ കാതിൽ മുഴങ്ങിക്കേൾക്കുവാൻ ഇടയാകണം. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത സാഹചര്യങ്ങളിലും കഷ്ടതയുടെ നടുവിലും ദൈവിക വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചാൽ അസാധ്യങ്ങൾ സാധ്യമാകുന്നത് നിങ്ങൾക്ക് കാണുവാൻ ഇടവരും. നിങ്ങൾക്ക് മുൻപിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന വഴികൾ തുറക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില മനുഷ്യരുടെ ഹൃദയത്തിന് രൂപാന്തരം വരും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കൂടുതലായി വെളിപ്പെടും. ഉറച്ചു വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിനൊന്നും അസാധ്യമല്ല. എൻ്റെ ജീവിതത്തിൽ ഇന്നും ഇടപെടുവാൻ, പ്രവർത്തിക്കുവാൻ, അത്ഭുതം ചെയ്യുവാൻ, അടയാളം പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് പ്രഖ്യാപിക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുവാനും ധ്യാനിക്കുവാനും ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല ദിവസത്തിനായി, നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവ്, നിനക്കൊന്നും അസാധ്യമല്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു. വിശ്വസിക്കുക മാത്രമല്ല കർത്താവേ, എല്ലാം പ്രവർത്തിക്കുന്നവനിൽ ആശ്രയിച്ച് ഞങ്ങളുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുവാനും വെളിപ്പെടുത്തുവാനും ഇന്നും പകലിലും ഞങ്ങൾക്കിടയാക്കണം. അപ്രകാരം വിശ്വാസം പ്രഖ്യാപിക്കുന്ന, ആശ്രയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അങ്ങയുടെ മക്കളുടെ മേൽ ചില മറുപടികൾ, ചില വിടുതലുകൾ ഇന്ന് പകലിൽ കൽപ്പിച്ചയക്കണം. അത് വെളിപ്പെട്ട് ഏറ്റെടുത്ത് അനുഭവിക്കാൻ എല്ലാവരെയും പ്രാപ്തരാക്കണം. സൗഖ്യം ആവശ്യമുള്ളവർക്ക് സൗഖ്യമുണ്ടാകട്ടെ. വഴി തുറക്കപ്പെടേണ്ടവർക്ക് വഴി തുറക്കപ്പെടട്ടെ. നിയമക്കുരുക്കുകൾ പെട്ടവർ അതിൽ നിന്ന് വിടുവിക്കപ്പെടട്ടെ. സമാധാനം ഉണ്ടാക്കേണ്ടവർ സമാധാനം ഉണ്ടാക്കട്ടെ. സന്തോഷം അനുഭവിക്കേണ്ടവർ സന്തോഷം അനുഭവിച്ചു ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തട്ടെ. കർത്താവേ, അപ്രകാരമുള്ള ചില മറുപടികളും വിടുതലുകളും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അനുഭവിക്കുന്ന സാക്ഷ്യങ്ങൾ ഉയരുവാനും ഇടയാക്കണം. മഹത്വം അങ്ങയ്ക്ക് സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരീ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.